അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1147, സൂറത്ത് മാഇദ 75 മുതൽ 77 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما المسيح ابن مريم إلا رسول قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنا يؤفكون قل أتعبدون من دون الله ما لا يملك لكم ضرا ولا نفعا والله هو السميع العليم قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ما المسيح ابن مريم. മറിയം റളിയല്ലാഹു അൻഹയുടെ മകൻ മസീഹ് ഈസാ അലൈഹിസ്സലാം അല്ല. ഇല്ലാ റസൂലുൻ, ഒരു പ്രവാചകരല്ലാതെ അല്ല, അഥവാ പ്രവാചകർ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി, ഈസാ അലൈഹിസ്സലാമിന് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്നു അർ-റുസുലു, ധാരാളം പ്രവാചകന്മാർ. വ ഉമ്മുഹു, ഈസാ അലൈഹിസ്സലാമിന്റെ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹ സദ്ദീഖത്തുൻ, അവർ സത്യസന്ധയാണ്. കാന യഅകുലാനി തആം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. ഉൻദുർ, നബിയെ തങ്ങൾ നോക്കൂ, കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്, എങ്ങനെയാണ് നാം അവർക്ക് ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതെന്ന്. സുമ്മൻദുർ, എന്നിട്ട് തങ്ങൾ നോക്കൂ, അന്നാ യുഫകൂൻ, അവരെവിടെയാണ് സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നതെന്ന്. ഖുൽ, അങ്ങ് പറയൂ നബിയെ, അതഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ആരാധിക്കുകയാണോ, മാ, ഒരു ദൈവത്തിന്, ലാ യംലികു ലക്കും, അത് നിങ്ങൾക്ക് ഉടമയാക്കുന്നില്ല, ലറൻ, ഏതെങ്കിലും ഒരു ഉപദ്രവത്തെ, വലാ നഫ്അ, അല്ലെങ്കിൽ ഒരു ഉപകാരത്തെ. എന്തെങ്കിലും ഒരു ഉപദ്രവമോ ഉപകാരമോ സ്വന്തമായി ഇല്ലാത്ത വസ്തുക്കളെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ. വല്ലാഹു, അള്ളാഹു ആകട്ടെ, ഹുവസ് സമീഉ, അവൻ അടിമകളുടെ വാക്കുകൾ കേൾക്കുന്നവനുമല്ല, അലീമു, അവരെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവനുമാണ്. ഖുൽ, അങ്ങ് പറയുക, യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ലാ തഗലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, നിങ്ങളുടെ മതത്തിൽ സത്യമല്ലാത്ത നിലക്ക് നിങ്ങൾ അതിര് വിട്ടുപോകരുത്. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ ഇച്ഛകളെ, താൽപര്യങ്ങളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത്. എങ്ങനത്തെ വിഭാഗം? ഖദ് ളല്ലൂ മിൻ ഖബ്ലു, മുമ്പ് അവർ വഴിതെറ്റിപ്പോയി. വളല്ലൂ കസീറ, ധാരാളം ആളുകൾ അവർ വഴി തെറ്റിക്കുകയും ചെയ്തു. വളല്ലൂ അൻ സവാഇസ് സബീൽ, ശരിയായ മാർഗത്തിൽ നിന്ന് അവർ തെറ്റിപ്പോയിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളുടെ താൽപര്യങ്ങളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത് എന്ന് തങ്ങൾ അവരോട് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചു. വിശുദ്ധ ഖുർആനിലെ ഈ പറഞ്ഞ 3 സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറിയം ബീവി റളിയല്ലാഹു അൻഹയെയും അതേപോലെ ഈസാ അലൈഹിസ്സലാമിനെയും മറ്റും ആരാധ്യ വസ്തുക്കളായി സങ്കല്പിച്ച ആളുകൾക്കുള്ള കൃത്യമായ മറുപടിയും അവർക്കുള്ള ഖണ്ഡനവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം ഇത്രയാണ്: മറിയമിന്റെ പുത്രൻ ആയിട്ടുള്ള ഈസാ അലൈഹിസ്സലാം, ആ ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്നോ ദൈവം തന്നെയാണ് എന്നോ ഉള്ള നസാറാക്കളുടെ അവകാശവാദങ്ങൾ, ആ അവകാശവാദങ്ങളിൽ സത്യത്തിന്റെ തരിമ്പും നിലനിൽക്കുന്നില്ല. കാരണം ഈസാ അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നത് മറിയമിന്റെ പുത്രൻ എന്നാണ്. അപ്പോ
ഒരു ഉമ്മാക്ക് ജനിച്ച കുട്ടിയാണ് ഈസാ അലൈഹിസ്സലാം. ആ മറിയം ബീവി ദൈവമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള മഹദിയാണ്. ദൈവത്തിന്റെ ഗുണങ്ങളല്ല അവരിലുള്ളത്, മറിച്ച് മനുഷ്യന്റെ ഗുണങ്ങളാണ്. അവർ രണ്ടുപേരും അന്നം കഴിക്കുന്നവരായിരുന്നു, ആഹാരം കഴിക്കുന്നവരായിരുന്നു. അപ്പൊ ആഹാരം കഴിക്കുക എന്ന് പറയുന്ന മനുഷ്യഗുണം കൃത്യമായി നിലനിർത്തി മുന്നോട്ട് പോയ മറിയം ബീവിയെയും ഈസാ അലൈഹിസ്സലാമിനെയും അത്തരത്തിലുള്ള ഗുണങ്ങളൊന്നുമില്ലാത്ത ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് പൊക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനവും കൃത്യവിലോപവുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, എത്ര വ്യക്തമായാണ് നാം അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തതെന്ന് നോക്കൂ നബിയെ. പക്ഷെ ഇത്രയും വ്യക്തമായി ഏതൊരാളുടെയും മുന്നിൽ ബഹുമാനപ്പെട്ട ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആശയങ്ങളെ ഉൾക്കൊള്ളുകയല്ലാതെ ഇതിനെ കൗണ്ടർ ചെയ്യാനോ ഇതിനെ എതിർക്കാനോ ഇതിനെതിരിൽ ഒരു തെളിവ് അവതരിപ്പിക്കാനോ അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത വിധം ശത്രുക്കൾ നിരായുധരായി അവർ പത്തിമടക്കേണ്ട അവസ്ഥയുണ്ടായിട്ടും ബഹുമാനപ്പെട്ട ഖുർആൻ മുന്നോട്ട് വെച്ച ഈ ആശയത്തിനെതിരിൽ നിലകൊണ്ട് സത്യവിരുദ്ധമായ ശൈലികളുടെ ആ കൂടെ പോകാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് അത്ഭുതം കൂറുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു അല്ലാത്ത ഏതു ശക്തിയാവട്ടെ ആ ശക്തികളെ ആരാധിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഉപകാരം നമുക്ക് നേടിത്തരാനോ ആരാധിക്കാതിരുന്നാൽ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ സാധിക്കാത്ത, സ്വന്തമായി അതിന് വകുപ്പില്ലാത്ത കഴിവില്ലാത്ത വസ്തുക്കൾക്ക് അള്ളാഹുവിന് ചെയ്യുന്നത് പോലത്തെ ആരാധന ചെയ്യാമെന്നാണോ ഇവർ ധരിക്കുന്നത്? വാസ്തവത്തിൽ അള്ളാഹു ആരാ? അള്ളാഹു ഇവരുടെ വാക്കുകളെല്ലാം കേൾക്കുന്നു, ഇവരുടെ മനസ്സറിയുന്നു. അതേസമയത്ത് ഇവർ ദൈവങ്ങളായി വെക്കുന്ന മറ്റു വസ്തുക്കൾ അവരെ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും ഇവർക്കെന്തെങ്കിലും ഉപകാരമോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങളോ ഒഴിവാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സപ്പോർട്ടും അനുമതിയും വേണം എന്നതല്ലേ അവരുടെ അവസ്ഥ. അപ്പൊ പടച്ചോന്റെ സപ്പോർട്ടോടും അനുമതിയോടും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ശക്തികളെ സ്വന്തമായി അത്തരം സംഗതികൾ ചെയ്യാൻ ശക്തിയുള്ള റബ്ബിനോട് തുല്യപ്പെടുത്തുന്നതിനേക്കാൾ മോശമായ, അതിനേക്കാൾ അങ്ങേയറ്റം വഷളായ എന്തു നിലപാടാണ് ലോകത്തുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ചോദിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങളോട് ഈ വേദക്കാരെ ഉപദേശിക്കാനായി അല്ലാഹു തആല നിർദ്ദേശിച്ചതാണ്, നിങ്ങൾ മതത്തിൽ അതിര് കവിയരുത്, സത്യവിരുദ്ധമല്ലാത്ത റൂട്ടിലേക്ക് നിങ്ങൾ മതത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ കൊണ്ടെത്തിക്കരുത്. നിങ്ങൾ ഒരാൾക്കെതിരെ അനുകൂലമായി പറയുമ്പോഴും പ്രതികൂലമായി പറയുമ്പോഴും അത് കൃത്യമായ നൈതികത നിലനിർത്തിക്കൊണ്ട് വേണം, നീതി നിലനിർത്തിക്കൊണ്ട് വേണം. ഒരിക്കലും മുൻകാലത്ത് നിങ്ങളുടെ മുൻഗാമികളായ പലരും പലവിധത്തിലുള്ള തെറ്റായ വാദഗതികൾ ഉന്നയിച്ചു, ആ വാദഗതികളനുസരിച്ച് അവരിവിടെ ജീവിച്ചു, അവരുടെ വാദഗതികൾ സത്യമെന്ന് ധരിച്ച് പല സാധുക്കളും അതിൽ പെട്ടു, സ്വന്തമായി വഴിതെറ്റുകയും മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയും ചെയ്തുകൊണ്ട് ശരിയായ റൂട്ടുമായി ഒരു ബന്ധവുമില്ലാതെയാണ് അവരൊക്കെ കഴിഞ്ഞുപോയത്. എന്നാൽ ആ അബദ്ധത്തിലേക്ക് തന്നെ എടുത്തു ചാടണമെന്ന ദുർവാശി വെച്ചു പുലർത്തുകയാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെക്കാൾ അപകടകാരികൾ അല്ലെങ്കിൽ അങ്ങേയറ്റം പരിഹാസ്യരായവർ മറ്റാരുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരും എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്. അതിന്റെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ബൽ മസീഹു ഇബ്നു മറിയം ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഈസാ അലൈഹിസ്സലാം ഇതിനു മുമ്പ് വന്ന ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അതുപോലെ ഒരു പ്രവാചകർ മാത്രമാകുന്നു, അതായത് ദൈവമോ ദൈവപുത്രനോ ദൈവാവതാരമോ ഒന്നുമല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഐ ലഹു സവിയ്യത്തു അംസാലിഹി മിൻ സായിരിൽ മുർസലീനിൽ മുതഖദ്ദിമീന അലൈഹി. ഈസാ അലൈഹിസ്സലാമിന് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് പ്രവാചകർ എന്ന അർത്ഥത്തിലുള്ള ആ ഒരു സാമ്യമാണ് ഈസാ അലൈഹിസ്സലാമിനുമുള്ളത്. വഅന്നഹു അബ്ദുൻ മിൻ ഇബാദില്ലാഹി വറസൂലുൻ മിൻ റുസുലിഹിൽ കിറാം. അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയും അല്ലാഹുവിന്റെ ബഹുമാന്യരായ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകരുമാണ് മഹാനരായ ഈസാ അലൈഹിസ്സലാം. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ദൈവപുത്രനല്ല, അല്ലെങ്കിൽ ദൈവം തന്നെയും അല്ല, അല്ലാഹു ആണ് എന്ന് പറയുന്ന ആ വാദവും ശരിയല്ല. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ സുഖ്റുഫിന്റെ 59-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, ഇൻ ഹുവ ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായീൽ. ഈസാ അലൈഹിസ്സലാം നാം പ്രത്യേകം കരുണ ചെയ്തിട്ടുള്ള, അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു അടിമ മാത്രമാകുന്നു, അല്ലാതെ അള്ളാഹുവിന്റെ മോനല്ല, അള്ളാഹു തന്നെയുമല്ല.
ഇസ്രായേലികൾക്ക് ഏറ്റവും നല്ല ഉപമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഉന്നത വ്യക്തിത്വമാണ്, മനുഷ്യരാണ് ഈസാ അലൈഹിസ്സലാം. അതോടൊപ്പം തന്നെ ഉമ്മുഹു സിദ്ദീഖത്തുൻ, അവരുടെ ഉമ്മ നല്ല സത്യവിശ്വാസമായി ജീവിച്ചിട്ടുള്ളവരാണ്. ഐ മുഅ്മിനത്തുൻ ബിഹി മുസദ്ദിഖത്തുൻ ലഹു, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും അല്ലാഹു തആല നൽകുന്ന സന്ദേശങ്ങളെല്ലാം സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ള ഉന്നതമായ സ്ഥാനമാണ് ബഹുമാനപ്പെട്ട മറിയം ബീവിക്കുള്ളത്. വഹാദാ അഅ്ലാ മഖാമാത്തിഹാ, ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ പറയുന്നു, ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ സ്ഥാനം സിദ്ദീഖത്ത് എന്നാണ്. നബിമാരുടെ നേരെ താഴെയുള്ള പോസ്റ്റാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വമയ്യുതഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പൊ ആ സിദ്ദീഖ് എന്ന പോസ്റ്റിലാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി ഉള്ളത് എന്ന് പറയുമ്പോൾ ഫദല്ല അലാ അന്നഹാ ലൈസത് ബിനബിയ്യത്തിൻ, മറിയം ബീവി നബി ആയിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. മറിച്ച് സിദ്ദീഖത്ത് എന്ന മഹാസ്ഥാനമാണ്, അഥവാ നബിയുടെ നേരെ താഴെയുള്ള ആ ഗ്രേഡാണ് ബഹുമാനപ്പെട്ട മറിയം ബീവിക്കുണ്ടായിരുന്നത്. അതായത് അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ സാറ ബീവി, മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ, അതുപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ, ഇവരൊക്കെ നബിമാരാണ് എന്നൊരു വാദം ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. ആ വാദം ശരിയല്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. എന്താണ് അവർ നബിമാരാണെന്ന് വാദിക്കാൻ കാരണം? ഇസ്തിദ്ലാലം മിൻഹും ബിഖിതാബിൽ മലായികത്തിൽ സാറത്ത മറിയമ, ബഹുമാനപ്പെട്ട മറിയം ബീവിയോടും സാറ ബീവിയോടുമൊക്കെ മലക്കുകൾ സംബോധന നടത്തിയിട്ടുണ്ട് എന്നതിന് തെളിവ് പിടിച്ചുകൊണ്ട് മലക്കുകൾ സംബോധന നടത്തണേ നബിയാവണ്ടേ എന്ന് വാദിച്ചുകൊണ്ടാണ് ചിലർ അങ്ങനെ വാദിച്ചത്. പക്ഷെ അത് ശരിയല്ല. അതേപോലെ തന്നെ ഒബിഖൗലിഹി വഹൈനാ ഇലാ ഉമ്മി മൂസാ അർളിഹി, സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറിയം ബീവി മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് നമ്മൾ വഹയ്യ നൽകി എന്ന് പറയുന്ന ആ പദം ഉപയോഗിച്ചിട്ടും അവർ നബിയാണ് മറിയം മൂസാ നബിന്റെ ഉമ്മ എന്ന് ചിലർ വാദിച്ചു, ഇബ്നു ഹസ്മിനെ പോലുള്ള ആളുകൾ. എന്നാൽ ആ വാദം ശരിയല്ല. വല്ലദീ അലൈഹിൽ ജുംഹൂറു, ഭൂരിപക്ഷം പണ്ഡിതന്മാരും നിലപാടെടുത്തിട്ടുള്ളത് അന്നല്ലാഹ ലം യബ്അസ് നബിയ്യൻ ഇല്ലാ മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല നബിമാരെ നിയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ. സൂറത്ത് യൂസുഫിന്റെ 109-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, തങ്ങൾക്ക് മുമ്പ് നാം വഹി നൽകിയിട്ടുള്ള പുരുഷന്മാരെ മാത്രമേ നമ്മൾ ദൂതന്മാരാക്കി നിയോഗിച്ചിട്ടുള്ളൂ. വഹി എന്ന പദം മറ്റു വ്യാഖ്യാനങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ അർത്ഥത്തിൽ പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോ തേനീച്ചയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വഹയിലന്നഹലീൻ, തേനീച്ചക്ക് വഹി നൽകിയെന്ന് പറഞ്ഞാൽ തേനീച്ച അലൈഹിസ്സലാം എന്ന് പറയണ കാല അങ്ങനെയല്ലല്ലോ, ഇല്ല. അപ്പൊ ഈ സാങ്കേതികമായ വഹി എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സന്ദേശം നൽകിയെന്ന് പറഞ്ഞാൽ, സാറ ബീവിക്ക് സന്ദേശം നൽകിയെന്ന് പറഞ്ഞാൽ, മലക്കുകൾ സംവദിച്ചു എന്ന് പറഞ്ഞാൽ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മക്ക് വഹി നൽകിയെന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥത്തിലുള്ള സാങ്കേതികമായ വഹയല്ല എന്ന് മനസ്സിലാക്കണം. മലക്കുകൾ ഒരാളോട് സംസാരിക്കുക എന്നത് അത് നബിയായതുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു സംഗതിയും അല്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലായത്. ഇബ്നു കസീർ തുടർന്ന് പറഞ്ഞു, വഖദ ഹഖ ശൈഖ് അബുൽ ഹസനുൽ അശ്അരി റഹിമഹുല്ലാഹ്, മഹാനായ നമ്മുടെ വിശ്വാസശാസ്ത്രത്തിന്റെ ഇമാമായി നമ്മൾ അംഗീകരിക്കുന്ന മഹാനായ ഷെയ്ഖ് അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു, അൽ ഇജ്മാ അലാ ദാലിക്, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമേ നബിമാരുണ്ടായിട്ടുള്ളൂ എന്നത് മുസ്ലിം ലോകത്ത് അവിതർക്കിതമായിട്ടുള്ള വിഷയമാണ്. അഥവാ അത് തർക്കിക്കുന്നവരെ അഭിപ്രായത്തിന് പരിഗണിക്കേണ്ടവരല്ല എന്നർത്ഥം. ഏതായാലും വിശുദ്ധ ഖുർആൻ പറയുന്നത് മറിയം ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖത്ത് എന്ന സ്ഥാനമുള്ളവരാണ്. ആ ഈസാ അലൈഹി ഇസ്ലാമും മറിയം ബീവിയും കാനായ കുലാനി തആം, അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യഹ്താജാനി ലതഗ്ദിയതി ബിഹി വഇലാ ഖുറൂജിഹി മിൻഹുമാ, ഭക്ഷണം കഴിക്കാനും എന്നിട്ട് ആ ഭക്ഷണത്തിന്റെ രൂപമാറ്റം സംഭവിച്ചിട്ടുള്ള മലിന വസ്തുക്കൾ പുറത്തേക്ക് തള്ളാനും ആവശ്യമുള്ളവരാണവർ. നോക്കൂ, അപ്പൊ ഒരു ദൈവം ഈ കണ്ടീഷനിലാകാൻ പറ്റുമോ? ഇല്ല. ഫഹുമാ അബ്ദാനി കസാഇരിന്നാസ്, മറ്റു മനുഷ്യരെ പോലെ രണ്ട് അടിമകളാണ് ഈസാ അലൈഹി ഇസ്ലാമും അവരുടെ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹയും. വലൈസാ ബിഇലാഹൈനി കമാ സഅമത് ഫിറഖുൻ നസാറ അൽ ജഹല, വിവരദോഷികളായ നസാറാക്കളുടെ വിഭാഗങ്ങൾ വാദിച്ചതുപോലെ ഈസാ അലൈഹി ഇസ്ലാമോ ഉമ്മ മറിയം ബീവിയോ ഒരിക്കലും തന്നെ ആരാധ്യരല്ല. ആരാധ്യന്മാർ
ഈ പറഞ്ഞ പരിമിതികളുള്ളവരാവാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉദ്ധരിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉൻദുർ കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്, അവർക്ക് എങ്ങനെയാണ് നമ്മൾ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതെന്ന് തങ്ങളൊന്ന് നോക്കൂ. അതായത് എത്ര വ്യക്തമായിട്ടാണ് നാം കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നിട്ടും സുമ്മൻ ഖുർആനായി ഉഫക്കൂൻ, എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടത് എന്ന് തങ്ങളൊന്ന് ചിന്തിക്കുച്ചാൽ വഴികേടിലെത്തിപ്പെട്ട മനുഷ്യന്മാരുടെ അതിദയനീയമായിട്ടുള്ള സാഹചര്യം വിലയിരുത്താനുള്ള കർക്കശമായിട്ടുള്ളൊരു നിലപാടാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നർത്ഥം. തുടർന്ന് അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ തങ്ങൾ പറയൂ അല്ലെങ്കിൽ ചോദിക്കൂ, അതഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ, നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ഉടമയാക്കാത്ത ആ ശക്തികളെ, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ സ്വന്തമായി കഴിവില്ല. മിൽക്ക് എന്ന് പറഞ്ഞാൽ അതാണ്, അവനത് സ്വന്തമായി ഉപയോഗിക്കാൻ ആരുടെയും സ്വാതന്ത്ര്യമില്ലാത്ത, ആരുടെയും അനുവാദമില്ലാതെ ഉപയോഗിക്കാനുള്ള അധികാരമില്ലാത്ത, ഉപകാരത്തിനോ ഉപദ്രവത്തിനോ സ്വന്തമായി കഴിവില്ലാത്ത ശക്തികളെ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധ്യ വസ്തുക്കളാക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അതായത് യഖൂലു തആല, ഇബ്നു കസീർ പറയുന്നു, യഖൂലു തആല മുൻകിറൻ അലാ മൻ അബദ ഗൈറഹു മിനൽ അസ്നാമി വൽ അൻദാദി വൽ ഔസാൻ, ബിംബങ്ങൾ, അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ദൈവങ്ങളാക്കി വെച്ചവരെ നിഷേധിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, വമുബയ്യിനൻ ലഹു അന്നഹാ ലാ തസ്തഹിഖു ശൈഅൻ മിനൽ ഇലാഹിയ്യ, ഈ വസ്തുക്കൾക്കൊന്നും തന്നെ ആരാധ്യനായിരിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടും അല്ലാഹു തആല പറയുകയാണ്, ഖുൽ യാ മുഹമ്മദു, നബിയെ തങ്ങൾ ചോദിക്കൂ, ലിഹൗലാഇൽ ആബിദീന ഗൈറല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റു പലതിനെയും ആരാധിക്കുന്ന എല്ലാ കക്ഷികളോടും, വദഖല ഫീ ദാലിക അന്നസാറ വഗൈറുഹും, അത് ക്രിസ്ത്യാനികളും അല്ലാത്തവരും അടക്കം ആരൊക്കെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്നവരോടൊക്കെയും തങ്ങൾ ചോദിക്കൂ, അതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫ്ആ, നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ഉടമയാക്കാത്ത ശക്തികളെ നിങ്ങൾ ആരാധിക്കുകയാണോ അല്ലാഹുവിന് പുറമെ. അതായത് ഐ ലാ യഖ്ദുറു അലാ ഈസാലി ദററിൻ ഇലൈക്കും വലാ ഈജാദി നഫ്ഇൻ. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഒരു ഉപദ്രവം നിങ്ങളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു ഉപകാരം നിങ്ങളിലേക്ക് എത്തിക്കാനോ സ്വന്തമായി കഴിവില്ലാത്ത ശക്തികളെ നിങ്ങൾ ദൈവമാക്കുകയാണോ? വാസ്തവത്തിൽ അല്ലാഹു ആരാ, വല്ലാഹു ഹുവസ് സമീഉൽ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവനും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സംഗതികളും അറിയുന്നവനുമാണ്. എന്നിട്ട് ആ അല്ലാഹുവിനോട് നിങ്ങൾ സമമാക്കുകയാണ് ഇതൊന്നുമില്ലാത്ത ശക്തികളെ. അതായത് ഫലിമ അദൽതു മൻ ഇഫ്റാദി സമീഇ ലിഅഖ്വാലി ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അഥവാ തന്റെ അടിമകളുടെ വാക്കുകൾ കേൾക്കുന്ന അല്ലാഹുവിനെ മാത്രം ആരാധ്യനായി കാണുന്നതിൽ നിന്ന് നിങ്ങൾ എന്തിനു തെറ്റുന്നു? അൽ അലീമു ബികുല്ലി ഷൈഇൻ, എല്ലാ സംഗതികളെക്കുറിച്ചും കൃത്യമായി അറിയുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്തിനു തെറ്റുന്നു? എങ്ങോട്ട്? ഇലാ ഇബാദത്തി ജമാദിൻ ലാ യുസ്മി വലാ യുബ്സിറു വലാ യഅലമു ഷൈഅ, ഒന്നും കേൾക്കാനും കാണാനും അതേപോലെ തന്നെ അറിയാനും സാധിക്കാത്ത സംഗതികളൊക്കെ ദൈവങ്ങളാക്കി വെക്കുന്ന, വലാ യംലികു ദർറൻ വലാ നഫ്അൻ ലിഗൈരിഹി വലാ ലിനഫ്സിഹി, മറ്റുള്ളവർക്കോ തനിക്ക് തന്നെയോ എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ സ്വന്തമായി ഉടമയിലില്ലാത്ത ശക്തികളെ നിങ്ങൾ ദൈവങ്ങളാക്കി വെക്കുന്നത് എന്തുമാത്രം മോഷ്കാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖുൽ നബിയെ തങ്ങൾ പറയൂ, യാ അഹ്ലൽ കിതാബോ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, സത്യമല്ലാത്ത പരിധി വിടൽ നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ പരിധി വിടരുത്. അതായത് ലാ തുജാവിസുൽ ഹദ്ദ ഫി ഇത്തിബാഇൽ ഹഖ്, സത്യത്തെ പിന്തുടരുന്നതിനുള്ള പരിധിയെ നിങ്ങൾ ലംഘിക്കരുത്. അതായത് വലാ തുത്റൂ മൻ ഉമിർതും ബിതഅലീമിഹി ഫതുബാലിഗൂ ഫീഹി, നിങ്ങളോട് ബഹുമാനിക്കാൻ കൽപ്പിക്കപ്പെട്ടവരെ ബഹുമാനിച്ച് നിങ്ങൾ അതിലാണ് ശക്തി കൂട്ടിയിട്ട് നിങ്ങൾ പരിധി വിട്ടു പോകരുത്. ഹത്താ തുഖ്രിജൂഹു അൻ ഹയ്യിദിൻ നുബുവത്തി ഇലാ മഖാമിൽ ഇലാഹിയ്യ, പ്രവാചകത്വം എന്ന ആ സ്ഥാനം വിട്ട് നിങ്ങൾ ആരാധ്യൻ എന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ അവരെ പൊക്കിക്കൊണ്ടുപോകരുത്. കമാ സനഅതും ഫിൽ മസീഹി, ഈസാ അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്തതുപോലെ. ഈസാ അലൈഹി ഇസ്ലാമിനെ ബഹുമാനിക്കാൻ നിങ്ങളോട് നിർദ്ദേശമുണ്ട്. പക്ഷെ ബഹുമാനിച്ചിട്ട് നിങ്ങൾ എന്താവാൻ പാടില്ല? ബഹുമാനത്തിന് പരിധിയുണ്ട്. പ്രവാചകർ എന്ന പരിധിയിൽ നിന്നുകൊണ്ട് ബഹുമാനിക്കണം. അതിന് പകരം ദൈവം എന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് നിങ്ങൾ ബഹുമാനിച്ചു, അത് ശരിയല്ല. അതേസമയത്ത് യഹൂദികൾ ഈസാ അലൈഹി ഇസ്ലാമിനെയോ അപമാനിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പൊ ഒന്നിനും പരിധി വിടാൻ പാടില്ല. കൃത്യമായിട്ടുള്ള മധ്യ നിലപാട് സ്വീകരിച്ചു വേണം മുന്നോട്ട് പോകാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തത്തബിഉ അഹ്വാ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബ്ലു വളല്ലൂ കസീറാ, ധാരാളം ആളുകളെ പണ്ട് വഴിതെറ്റിക്കുകയും സ്വയം വഴിവെച്ചു പോവുകയും അങ്ങനെ നേരിന്റെ പക്ഷത്തുനിന്ന് തെറ്റിമാറിയിട്ടുള്ള
നിങ്ങളുടെ മുൻഗാമികൾ, ആ മുൻഗാമികളുടെ അതേ താല്പര്യങ്ങളെയും ഇച്ഛകളെയും നിങ്ങൾ പിന്തുടരരുത്. അഥവാ അവർക്കൊക്കെ വഴിതെറ്റിപ്പോയത് അവർക്ക് തോന്നിയതുപോലെയുള്ള താല്പര്യങ്ങളുടെ പിന്നാലെ പോയതുകൊണ്ടാണ്. അതേ അവസ്ഥയിലേക്ക് നിങ്ങളും അധപ്പതിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുകയാണ്. അപ്പം ബഹുമാനിക്കാൻ പറഞ്ഞാൽ അത് ഇസ്ലാം പറഞ്ഞ അളവിലും പരിധിയിലും നിന്ന് ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറഞ്ഞത്, ആ തൊറൂനി കമാതറത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത്. അതായത് ദൈവം എന്ന സ്ഥാനത്തേക്ക് ഉയർത്തരുത്. അതേസമയത്ത് അടിമയും റസൂലുമാണ് എന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ എത്ര പുകഴ്ത്തുന്നതിനും ഇസ്ലാം മതത്തിൽ വിലക്കില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പുകഴ്ത്തണമെന്നാണ് നിർദ്ദേശം. അതുകൊണ്ടാണ് ഹക്കല്ലാത്ത പുകഴ്ത്തൽ നിങ്ങൾ പരിധി വിട്ടു പോകരുത് പറഞ്ഞത്. ഹക്ക് നമുക്ക് പറയാം. അതാണ് സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗലിദിലും മാലയിലുമൊക്കെ. അള്ളാഹു നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.